നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന ആരോപണം. DDE ഓഫീസിലേക്ക് KSU മാർച്ചിൽ സംഘർഷം, പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുന്തള്ളും. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്ന പരാതി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന നടത്തിയത് കണ്ണൂർ കോഴിക്കോട് യൂണിറ്റ്. സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണം. ഫെബ്രുവരി 21 പെട്രോൾ പമ്പ് പാചകവാതക തൊഴിലാളികളുടെ കലക്ടറേറ്റ് ധർണ. പുതുക്കി നിശ്ചയിച്ച ശമ്പളം വിതരണം ചെയ്യാൻ തയ്യാറാകണമെന്ന് KV സുമേഷ് MLA. വാർത്തകൾ വിശദമായി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. ചേലോറ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്നായിരുന്നു പരാതി. വിജിലൻസ് കണ്ണൂർ, കോഴിക്കോട് യൂണിറ്റുകളാണ് പരിശോധന നടത്തിയത്. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ലെഗസി വേസ്റ്റുമായി ബന്ധപ്പെട്ട AG റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കെയാണ് വിജിലൻസ് പരിശോധന നടക്കുന്നത്. ഇന്ന് കാലത്ത് 11 മണിയോടെയാണ് വിജിലൻസ് CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിറ്റ് പരിശോധന ആരംഭിച്ചത്. വിജിലൻസ് സാമ്പത്തിക വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, റവന്യൂ, ആരോഗ്യ വിഭാഗം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയലുകൾ പരിശോധനയ്ക്കായി വിളിപ്പിച്ചിട്ടുണ്ട്. ബയോ മൈനിംഗ് സംബന്ധമായ രേഖകളും പരിശോധിക്കുന്നുണ്ട്. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്നും 73,502 ക്യൂബിക് മീറ്റർ ഖരമാലിന്യം നീക്കം ചെയ്യാൻ കരാറെടുത്ത കമ്പനിക്ക് കോർപ്പറേഷൻ നൽകിയത് 3 ബില്ലുകളിലായി 2.63 കോടി രൂപയാണ്. എന്നാൽ കോഴിക്കോട് NITയുടെ പരിശോധനയിൽ 24,042 ക്യൂബിക് മീറ്റർ മാലിന്യമേ നീക്കിയിട്ടുള്ളൂവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് കോർപ്പറേഷൻ നേരത്തെ നിശ്ചയിച്ച നിരക്കിൽ നൽകേണ്ടത് 86.07 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ 1.77 കോടി രൂപ അധികം നൽകിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വികസന സ്ഥിരം സമിതി ചെയർമാൻ അടക്കം ചേലോറയിൽ നടന്നത് വൻ അഴിമതിയാണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷയം ഒരു തവണ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയെങ്കിലും അടുത്ത തവണ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. അടുത്ത കൌൺസിലിലും വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി കൌൺസിൽ ബഹിഷ്കരിച്ചിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. 7 വർഷമായി മുടങ്ങിക്കിടക്കുന്ന കർഷക തൊഴിലാളി ആനുകൂല്യവും പെൻഷനും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് UWEC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയം അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഈ 2024 ഡിസംബർ വരെ കുടിശ്ശികയായി കിടക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ഈ കർഷക തൊഴിലാളികളുടെ പെൻഷൻ വിതരണം ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ 25, 30, 32 വർഷമായി അംശാദായം അടച്ച് പെൻഷന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന, മണ്ണിൽ പുലിവിളയിക്കുന്ന പാവപ്പെട്ട കർഷകന് വേണ്ടി ഒരക്ഷരം നിയമസഭയിൽ ഉരിയാടാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ടി കൃത്യമായ റിപ്പോർട്ട് അയക്കാൻ ഇതിന്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ലെങ്കിൽ അതിശക്തമായ സമരത്തിന് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്. കർഷക തൊഴിലാളി കോൺഗ്രസ് നേതാവ് ശശി പാളയം അധ്യക്ഷത വഹിച്ചു. മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NR മായൻ മുഖ്യപ്രഭാഷണം നടത്തി. NV നാരായണൻ, G ബാബു, KV പുഷ്പജൻ, ശ്രീജേഷ് സ്കറിയ, MV താഹിറ, K കുഞ്ഞിക്കണ്ണൻ, ഭാസ്കരൻ ഒലിയൻ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിന് ശേഷം ജില്ലാ ഓഫീസർക്ക് നിവേദനവും നൽകി. ഭിന്നശേഷി കുട്ടികൾക്കായി തണൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 23 രാവിലെ 9 വൈകിട്ട് 5 മണിവരെ ക്യാപിറ്റൽ മാളിൽ പ്രവർത്തിക്കുന്ന തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിലാണ് ക്യാമ്പ്. വിദഗ്ധ ഡോക്ടർമാരുടെ സൗജന്യ സേവനം മെഡിക്കൽ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ രോഗികൾക്ക് ഇന്ത്യയിലുടനീളം നമ്മൾ സേവനം നടത്തുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഏരിയ ഉണ്ടായിരുന്നത് ഡയാലിസിസ് ആണ്. ഇന്ത്യയിൽ തന്നെ സ്റ്റാൻഡ് അലോൺ ഡയാലിസിസ്, അതായത് ആസ്പത്രിയുമായിട്ട് ബന്ധപ്പെടാതെ സെപ്പറേറ്റ് ഡയാലിസിസ് തുടങ്ങിയത് തണലാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മയ്യനാട് കൊല്ലത്ത് കഴിഞ്ഞ ആഴ്ച 87ാമത്തെ സെൻറ്റർ ഡയാലിസിസ് സെൻറ്റർ നമ്മൾ തുടങ്ങി. കേരള സർക്കാരിൻ്റെ കാരുണ്യം, കേന്ദ്രത്തിൻ്റെ PMJ ഫണ്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതുപോലും നിങ്ങൾക്കറിയാം, നമുക്ക് മറ്റ് പല ഭരണാനുകൂല കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾ പോലും അത് ഉപയോഗിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് ആ സൗകര്യം കൊടുക്കില്ല. തണൽ അത് കൊടുക്കുന്നുണ്ട്.
മറ്റൊന്നുള്ളത് നമ്മുടെ തണൽ ഹോംസാണ്. ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ തണൽ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ തണൽ ഹോംസാണ്. ഇപ്പോൾ സർക്കാർ തന്നെ ഡെസ്റ്റിറ്റ്യൂട്ട് എന്നോ ഇൻമേറ്റ്സ് എന്നോ, കാരണം ഇൻമേറ്റ്സ് എന്നുള്ളത് കാണിക്കുന്നത് പ്രിസണാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്നാണ്. റെസിഡൻസ് എന്ന് നമ്മൾ പറയണം. തണൽ നമ്മൾ ഹോം റെസിഡൻസ്, അതും അതിലൊരു വ്യത്യസ്തത വരുത്താൻ തണലിന് സാധിച്ചിരുന്നു. ഭിന്നശേഷി കുട്ടികൾക്കായി തണൽ ഫെബ്രുവരി 23 രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കണ്ണൂർ ക്യാപിറ്റൽ മാളിന്റെ 6ാം നിലയിൽ പ്രവർത്തിക്കുന്ന തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പൂർണ്ണ വിവരങ്ങൾ രക്ഷിതാക്കൾ ഫെബ്രുവരി 20 ക്യാപിറ്റൽ മാളിലെ തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ നേരിട്ടോ ഫോൺ മുഖേനയോ അറിയിക്കണം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രയാസങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും തുടർ ചികിത്സയും പരിശീലനങ്ങളും നൽകി അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുമാണ് തണൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രിക്, ന്യൂറോളജിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ്, ദന്തരോഗം, പഠനവൈകല്യങ്ങൾ കണ്ടെത്തൽ, സംസാരശേഷി, പെരുമാറ്റ പ്രശ്നങ്ങൾ, ഫിസിയോതെറാപ്പി, സൈക്കോളജിസ്റ്റ് സേവനം, കേൾവി പരിശോധന തുടങ്ങിയ വിദഗ്ധരുടെ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പിൽ പരിശോധന നടത്തുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ തണൽ വീട് പ്രസിഡന്റ് ഡോക്ടർ OK അബ്ദുൽ സലാം, ഡോക്ടർ K പീതാജുദ്ദീൻ, ഡോക്ടർ ദിൽഷാന്ത്, റൈഹാന, N രാമചന്ദ്രൻ, സാബിൽ അലി എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ AIPRPA 4ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 20-21 തീയതികളിൽ കണ്ണൂർ സി കണ്ണൻ സ്മാരക ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. 20 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി 400ഓളം പ്രതിനിധികളും സന്ദർശകരും പങ്കെടുക്കും. കമ്മ്യൂട്ടേഷൻ കാലാവധി 12 കൊല്ലമായി ചുരുക്കണം. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള ഓപ്ഷൻ 1 അത് നടപ്പാക്കണം. പെൻഷൻ്റെ അഡീഷണൽ ക്വാണ്ടം അനുവദിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ കുറവ് വരുത്തണം. അതോടൊപ്പം തന്നെ 8ാം ശമ്പള കമ്മീഷൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസോ അതിൻ്റെ പൂർണ്ണ അംഗങ്ങൾ പോലുമോ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്ന ഇതിന് മുന്നോടിയായി ഒരു കേവല പ്രഖ്യാപനം എന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ 8ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം ഉറപ്പുവരുത്തത്തക്ക നിലയിലുള്ള തീരുമാനങ്ങൾ 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി ഗൗരവമായി ഉന്നയിക്കപ്പെടുന്നൊരു സമയത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്നിപ്പോൾ ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഈ മേഖലയുടെ ഏറ്റവും വലിയ സംഘടനയായിട്ട് ഈ സംഘടന മാറിയിട്ടുണ്ട്. 10,000-ഓളം അംഗങ്ങൾ ഉള്ള ഒരു വലിയ സംഘടനയായിട്ട് ഈ സംഘടന കേരളത്തിൽ മാത്രം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ K രാഘവേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും. 3 മണിക്ക് പെൻഷൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം ആസ്പദമാക്കി നടക്കുന്ന സെമിനാർ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. K രാഘവേന്ദ്രൻ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. 2ാം ദിനവും തുടരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയും മറുപടിയും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ M പ്രകാശൻ മാസ്റ്റർ, ജനറൽ കൺവീനർ നാരായണൻ, CP ശോഭന, M സഹദേവൻ, A ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന ആരോപണം. DDE ഓഫീസിലേക്ക് KSU മാർച്ചിൽ സംഘർഷം, പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുന്തള്ളും. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്ന പരാതി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന നടത്തിയത് കണ്ണൂർ കോഴിക്കോട് യൂണിറ്റ്. സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണം. ഫെബ്രുവരി 21 പെട്രോൾ പമ്പ് പാചകവാതക തൊഴിലാളികളുടെ കലക്ടറേറ്റ് ധർണ. പുതുക്കി നിശ്ചയിച്ച ശമ്പളം വിതരണം ചെയ്യാൻ തയ്യാറാകണമെന്ന് KV സുമേഷ് MLA.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വീണ്ടും വാർത്തയിലേക്ക്. KSU DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. ഇന്നലെ ആരംഭിച്ച SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്നാരോപിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. ന്യായമായ ആവശ്യം സമരം ചെയ്യാമെന്ന ആൾക്കാരാണ്, അല്ലാണ്ട് നിങ്ങളെ ഷോ കാണാമെന്ന ആൾക്കാരല്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേട്ടോ, പിടിച്ച് തള്ളല്ലേ, അതാണ് പോലീസിന്റെ അകത്ത് വെച്ചാൽ മതി, പുറത്തേക്ക് വേണ്ടിട്ടോ, പുറത്തേക്ക് വേണ്ട. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷനായി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. തകർന്ന് തരിപ്പണമായിട്ടാ ഉള്ളത്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഈ രണ്ട് മന്ത്രിമാരും ഭരിക്കാനറിയാതെ ഭരിച്ചു മുടിച്ച് മുന്നോട്ട് പോയ കേരളത്തിലെ വിദ്യാർത്ഥികളെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ നവനീത് ഷാജി, അർജുൻ കോറം, അക്ഷയ് മാട്ടൂൽ, പ്രഗീത് മുണ്ടേരി, അർജുൻ ചാലാട്, യാസിൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഹാറ്റ് പ്രവർത്തനോദ്ഘാടനം നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് കെയുടെ അധ്യക്ഷതയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരള T, വൈസ് പ്രസിഡന്റ് റീന A, മിനി KK, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ A സുരേന്ദ്രൻ, N പ്രസാദ്, M വിനോദ് കുമാർ, KP മുഹമ്മദ് ഹാരിസ്, അരുണാക്ഷൻ PV എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി നിസി M റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ പ്രമോദ് C നന്ദി പറഞ്ഞു. തുടർന്ന് തിരുവാതിരയും അരങ്ങേറി. കടലായി സൗത്ത് UP സ്കൂളിൽ വാർഷിക ഗെയിംസ് നടത്തി. വട്ടക്കുളം ടർഫിൽ വെച്ച് നടത്തിയ ഗെയിംസ് കണ്ണൂർ സിറ്റി പോലീസ് സബ് ഇൻസ്പെക്ടർ ധന്യകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബ്രെയിൻ അതിന് അത്രത്തോളം ഡെവലപ്പ് ചെയ്യും. നാളെയുടെ വാഗ്ദാനമാണ് നമ്മുടെ ചെറിയ മക്കൾ. അപ്പോൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതായത് മെന്റലി ഫിസിക്കലി ഫിറ്റ് ആയാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ഷരീഫ് അഹമ്മദ് ചടങ്ങിന് അധ്യക്ഷസ്ഥാനം നിർവഹിച്ചു. മദർ PTA പ്രസിഡന്റ് സഹീറ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. രഞ്ജിനി ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു. ആറര പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ സ്പോർട്സിന്റെ ഭാഗഭാക്കായ MK രാജരത്നത്തിന്റെ സ്മൃതിദിനം വിപുലമായി ആചരിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 26-ന് വിവിധ പരിപാടികളോടെ നടക്കുന്ന ആഘോഷത്തിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ജവഹർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്നും പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് MK രാജരത്നം എന്ന് ഏവരും അനുസ്മരിച്ചു. അദ്ദേഹം കണ്ണൂരിലെ കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ നിതാന്ത ജാഗ്രതയോടെ നിന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കണ്ണൂരിന്റെ ആ വേദിയിൽ ഒരുപക്ഷെ വലിയ തിളക്കത്തോടെ വിരാജിച്ച രത്നം എന്ന പേര് തന്നെ അദ്ദേഹത്തിന് അന്വർത്ഥമാകുന്ന തരത്തിൽ, അതാണ് ഞാൻ തിളക്കം എന്ന പദം ഉപയോഗിച്ചു. ആ വലിയ തിളക്കം സ്വയംഭൂവായി നമുക്ക് നൽകിയ ഒരു വലിയ പ്രതിഭയായിരുന്നു രാജേട്ടൻ. അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ കണ്ണൂരിന് അസ്തമിക്കാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഇവിടെ കൂടിയ സജ്ജനങ്ങളും സംഘാടകരും തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കണ്ണൂരിലെ എലൈറ്റായ ക്ലാസ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, വേദിയിലിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ, പ്രത്യേകിച്ചും നിങ്ങൾ പിന്തുടരുന്ന ഒരു ശൈലിയുണ്ട്, ആ ശൈലിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്താണോ രാജനാട്ടിന്റെ ഓർമ്മകൾക്ക് അല്ലെങ്കിൽ അതിന്റെ അനുസ്മരണത്തിൽ ഉപയോഗിക്കുന്നത്, അതിൽ ലക്ഷ്യം വെക്കുന്നത്, അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ചരമദിനമായ ഏപ്രിൽ 26-ന് നടക്കുന്ന പരിപാടിയിൽ മുൻ സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യൻ സയ്യിദ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കും. രാജരത്നവുമായുള്ള 1960-കളിലെ ഓർമ്മകൾ മുൻ സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യനായ രാജസേനൻ NP മുരളി രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങളെപ്പറ്റിയും സദസ്സിന് ഹൃദ്യമായി വിവരിച്ചു കൊടുത്തു. PK ജനാർദ്ദനൻ, വേണുഗുരുക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിസാമുദ്ദീൻ, മുഹമ്മദ് ഫൈസൽ, പ്രൊഫസർ ജഗന്നാഥൻ, ഷാഹിൻ പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 26 എന്നത് നമ്മുടെ ആദരണീയ ഗുരുനാഥനായിരുന്ന ശ്രീ MK രാജരത്നത്തിൻ്റെ, നമ്മുടെ സ്വന്തം രത്നാട്ടൻ്റെ 13ാം ആണ്ട് തികയുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം വിപുലമായ
കണ്ണൂരിലെ സ്പോർട്സേതര കാര്യങ്ങളിൻ്റെ ചടങ്ങുകളോടുകൂടി മുൻ ഗുരുക്കന്മാരെ ആദരിക്കുന്നതും സൗത്ത് ഇന്ത്യ കേരളത്തിലെ മറ്റ് ഗുസ്തിക്കാരുടെ നോക്കൗട്ട് മത്സരങ്ങളും ഈ വർഷം കണ്ണൂരിൽ നിന്നും ചാമ്പ്യന്മാരായ സ്റ്റേറ്റ് ചാമ്പ്യൻസായ ആൺ പെൺ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മൊമെൻ്റോയും ക്യാഷ് പ്രൈസും, അതുപോലെ തന്നെ ആദരണീയരായ ഇന്നത്തെ പഴയകാല ഗുസ്തി ചാമ്പ്യന്മാർ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റൻ്റ് ആയിട്ടുള്ള 60 മുതലുള്ള ചാമ്പ്യന്മാർ ഇന്ന് കണ്ണൂരിലുള്ളവർക്കും അല്ലാത്തവർക്കും പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർക്കുന്നുണ്ട്. അവർക്കും ഒരു പ്രത്യേക ആദരണീയ ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാജരത്നത്തിന്റെ പത്നി വീണ രാജരത്നവും സഹോദരന്മാരായ MK ഗോപിനാഥ്, MK അരുൺകുമാർ, സഹോദരി ശ്യാമള സുരേന്ദ്രൻ, മകൻ റിജി രാജരത്നവും ചടങ്ങിൽ പങ്കെടുത്തു. സുരേഷ് തമ്പാൻ സ്വാഗതവും സജീവൻ ചെല്ലൂർ ആശംസകളും നേർന്നു. സ്വാഗത കമ്മിറ്റി രക്ഷാധികാരികളായി K സുധാകരൻ MP, മുസ്ലിം മഠത്തിൽ അഡ്വക്കേറ്റ് P ഇന്ദിര, TO മോഹനൻ, സുരേഷ് ബാബു എളയാവൂർ, പ്രകാശൻ പയ്യനാടൻ, സ്റ്റേറ്റ് ഗുസ്തി അസോസിയേഷൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ, OK വിനീഷ്, വേണു ഗുരുക്കൾ, സയ്യിദ് അബ്ദുൽ ഖാദർ, ഗുസ്തി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, ഷാഹിൻ പള്ളിക്കണ്ടി, സുരേഷ് തമ്പാൻ, സജീവൻ ചെല്ലൂർ, CK രാജൻ എന്നിവരെ തെരഞ്ഞെടുത്തു. സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പെട്രോൾ പമ്പ് തൊഴിലാളികളും പാചകവാതക വിതരണ തൊഴിലാളികളും ഫെബ്രുവരി 21 കണ്ണൂർ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് KV സുമേഷ് MLA അറിയിച്ചു. രാവിലെ 10 സ്റ്റേഡിയം കോർണറിൽ നിന്നും തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവുമായി കലക്ടറേറ്റിന് മുൻപിലെത്തും. തുടർന്ന് രാവിലെ 10:30 CITU സംസ്ഥാന കമ്മിറ്റി അംഗം MB ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. പെട്രോൾ പമ്പ് തൊഴിലാളികളുടെ മിനിമം കൂലി എല്ലാ അവസരത്തിലും കൃത്യമായി കേരള ഗവൺമെന്റ് പുതുക്കി നിശ്ചയിക്കാറുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ഗവൺമെന്റ് പുതുക്കി നിശ്ചയിച്ച ശമ്പളം പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് കാരണം തൊഴിലാളികൾക്ക് ഉടമകൾ നൽകിയിട്ടില്ലെന്നും KV സുമേഷ് MLA പറഞ്ഞു. പിന്നെ ഇവരുടെ ഈ പെട്രോൾ പമ്പ് അനുവദിക്കുമ്പം തന്നെ ഈ പെട്രോളിയം വകുപ്പുമായിട്ട് വെക്കുന്ന എഗ്രിമെൻറ്റിൽ ഇവരുടെ ESI PF ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള എഗ്രിമെൻറ്റിൽ ഈ ഉടമകൾ സൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർ കൊടുക്കാൻ സന്നദ്ധാകുകയില്ല. സത്യത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അഭ്യസ്തവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാരെ നിങ്ങൾ കാണുന്നതാണ്. ഈ പെട്രോൾ പമ്പിലൊക്കെ ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ നാമമാത്രമായ പൈസയ്ക്കാണ് ജോലി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ണൂർ അജയ്പാൽ മാസ്റ്റർ പെട്രോൾ പമ്പിലുണ്ടായ ഒരു അനുഭവം നിങ്ങൾ കണ്ടില്ലേ? ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ബോണറ്റിൽ പിടിച്ചിട്ട് ഏതാണ്ട് നമ്മുടെ ട്രാഫിക് സ്റ്റേഷൻ വരെ ഒരാൾ അയാളുടെ ജീവൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. ഇങ്ങനെയെല്ലാമുള്ള ചില പരുക്ഷമായ അക്രമങ്ങൾക്ക് ആളുകൾ വിധേയമാകും. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ട്. തൊഴിലാളികളുടെ എണ്ണം നോക്കാതെ കരാർ പ്രകാരം ലഭിക്കേണ്ട ഗ്രാറ്റുവിറ്റി അവകാശം തൊഴിലാളികളുടെ എണ്ണം നോക്കാതെ അനുവദിക്കണമെന്ന് കണ്ണൂർ ഡിസ്ട്രിക്ട് ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജനറൽ സെക്രട്ടറി A പ്രേമരാജനും പറഞ്ഞു. ESIയും പ്രൊവിഡന്റ് ഫണ്ടും ഷോപ്പ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ആനുകൂല്യങ്ങൾ സ്ഥാപന ഉടമകളെ കൊണ്ട് സർക്കാർ അനുവദിപ്പിക്കണം. അല്ലാത്തപക്ഷം ഈ മേഖലയിലെ തൊഴിലാളികൾ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും A പ്രേമരാജൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ CITU ജില്ലാ സെക്രട്ടറി K അശോകൻ, CK സതീശൻ എന്നിവരും പങ്കെടുത്തു. തയ്യൽ സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയോദ്ഘാടനവും 116ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സംഗമവും ഫെബ്രുവരി 22 ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. ഫെബ്രുവരി 22 വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ രൂപത മെത്രാൻ അലക്സ് വടക്കുന്തറ പുതിയ കെട്ടിട സ്കൂൾ സമുച്ചയം ഉദ്ഘാടനം ചെയ്യും. 1909 തയ്യിൽ കടലോര പ്രദേശത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയാണ് സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത്. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫലകം അനാച്ഛാദനം ചെയ്യും. മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വളരെ ആന്തരികമായ സൗകര്യങ്ങളോടുകൂടി സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടി മറ്റ് കമ്പ്യൂട്ടർ മറ്റ് ആധുനികമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സ്മിത്ത് സാറാണ് കമ്പ്യൂട്ടർ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബാച്ച് മേറ്റ്സും ഒക്കെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും നമ്മുടെ കമ്മിറ്റിയിലെ അംഗമാണ്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, നമ്മുടെ കണ്ണൂർ ആരാധനായ മേയർ ശ്രീ മുസ്ലിം മഠത്തിലെ, കണ്ണൂർ രൂപതയിലെ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി, അതുപോലെ ഞങ്ങളുടെ കണ്ണൂർ രൂപതയിലെ നൂറുകണക്കിന് വിദ്യാലയങ്ങളുടെ എല്ലാം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജറായിട്ടുള്ള ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ആണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ
ആ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നു. 4 മണിക്ക് തന്നെ അവർക്ക് 4:30 അവർക്ക് സ്വീകരണം നൽകുന്നു. സ്കൂൾ ഗേറ്റിൽ കുട്ടികളുടെയും സ്കൗട്ടിൻ്റെയും സ്കൂളിലെ കരാട്ടെ ടീമിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി ഇവരെയൊക്കെ സ്വീകരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ മാർട്ടിൻ രായപ്പൻ, ഹെഡ് മിസ്ട്രസ് ഫിലോമിന ജാക്ക്, PTA വൈസ് പ്രസിഡന്റ് ലെബിനാസ് എന്നിവർ പങ്കെടുത്തു. വലത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനും എംപിമയുമായി എത്തിയ രോഗിക്ക് ആശ്വാസവുമായി ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. പ്രാഥമിക ബ്രോങ്കോസ്കോപ്പി പരിശോധനയിൽ ശ്വാസകോശത്തിൽ ചിക്കൻ ബോൺ തറച്ചു നിൽക്കുന്നതായി കണ്ടെത്തുകയും തുടർന്ന് ചികിത്സ നൽകുകയുമായിരുന്നു. 3 സെന്റിമീറ്ററിലധികം നീളം വരുന്ന എല്ലിൻ കഷ്ണം പുറത്തെടുത്തതോടെ ദീർഘമായുള്ള ദുരിതത്തിൽ നിന്നാണ് രോഗിക്ക് ആശ്വാസം ലഭിച്ചത്. വലത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനും എംപിമിയുമായതിനെ തുടർന്ന് സ്വകാര്യ ഹോസ്പിറ്റലിൽ CT സ്കാൻ ചെയ്തതുവഴി 3 സെന്റിമീറ്ററിലധികം നീളം വരുന്ന എല്ലിന്റെ കഷ്ണം കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് രോഗിയെ റെഫർ ചെയ്തത്. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ബ്രോങ്കോസ്കോപ്പി പരിശോധനയിൽ വലത് ശ്വാസകോശത്തിൽ തറച്ചു നിന്നത് ചിക്കൻ ബോണാണെന്നും തറച്ചുനിന്ന ചിക്കൻ ബോണിന് മാസങ്ങൾ പഴക്കമുണ്ടെന്നും കണ്ടെത്തി. ഇതേ തുടർന്നുണ്ടായ അണുബാധയാണ് വലത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനും എംപിമിയും വരാൻ കാരണമെന്നും മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് അനസ്തേഷ്യ വിഭാഗത്തിന്റെയും കൂടി നേതൃത്വത്തിൽ ബ്രോങ്കോസ്കോപ്പി വഴി മറ്റ് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ചിക്കൻ ബോൺ പുറത്തെടുക്കുകയായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,970, പവന് 63,760 രൂപ, വെള്ളി 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന ആരോപണം. DD ഓഫീസിലേക്ക് KSU മാർച്ച്. മാർച്ചിൽ സംഘർഷം, പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുന്തള്ളും. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്ന പരാതി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന നടത്തിയത് കണ്ണൂർ കോഴിക്കോട് യൂണിറ്റ്. സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണം. ഫെബ്രുവരി 21 പെട്രോൾ പമ്പ് പാചകവാതക തൊഴിലാളികളുടെ കലക്ടറേറ്റ് ധർണ. പുതുക്കി നിശ്ചയിച്ച ശമ്പളം വിതരണം ചെയ്യാൻ തയ്യാറാകണമെന്ന് KV സുമേഷ് MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.